ഹൈസിന്തിന് എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ? ഈ ഹെമിപ്ലീജിയ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഒരു വശം തളർന്നു പോകുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു വശത്തെ ന്യൂറോളജിക്കൽ പ്രോബ്ലമായിട്ട് അനുബന്ധിച്ചതാണ്. അത് ബ്രെയിനിലെ മോട്ടോർ കോർട്ടെക്സിന് തകരാറാവുന്നത് മൂലമാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത്, എന്നാണ് സംഭവിച്ചതെന്ന് പറയാം. എനിക്ക് 2021 ഏപ്രിൽ മാസമാണെന്ന് തോന്നുന്നു കോവിഡിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു. രണ്ടാമത്തെ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ രണ്ടാമത്തെ ഇഞ്ചക്ഷൻ എടുത്ത് 5-ാമത്തെ ദിവസം എനിക്ക് പെട്ടെന്ന് വൈകുന്നേരം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ തളർന്നു പോയി. കാലും ചലിക്കാൻ പറ്റാത്ത വിധമായി. അതിന് ഉടനെ ഒരു കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി. പക്ഷേ അവിടെ നിന്ന് മറയെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് വന്ന് പിന്നെ വീട്ടിൽ കുറച്ച് ഒരു വർഷത്തോളം ഞാൻ അങ്ങനെ വീട്ടിൽ കിടപ്പായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാനങ്ങനെ ഈ ഇവിടുത്തെ ഈ ട്രീറ്റ്മെന്റ് ഞാൻ ഉടനെ തന്നെ ഉടനെ തന്നെ ഞാനൊരു ആയുർവേദ ട്രീറ്റ്മെന്റിന് പോയായിരുന്നു. അവിടെ ഒരു തിരുമൊക്കെ കഴിഞ്ഞു. പക്ഷെ അതുകൊണ്ട് അത്ര വലിയ ഫലം കണ്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ വേറെ നടക്കാൻ ഈ ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞ് എഴുന്നേറ്റ് നടക്കാനായിരുന്നാലും വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ കിടന്നുപോയത്. കാല് കംപ്ലീറ്റ് ഇതായി തളർന്നു പോയായിരുന്നു. നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ വളരെ ബുദ്ധിമുട്ടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു അധ്യാപകനാണ്. ആർട്ടാണ് ഞാൻ പഠിക്കുന്നത്. ആറ്റോമിക്കൽ സെൻട്രൽ സ്കൂള്. പ്രഷർ എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എക്സർസൈസും അത് ഇതൊക്കെ കൊണ്ട് അങ്ങനെ മാനേജ് ചെയ്യാൻ മരുന്ന് കഴിക്കില്ലായിരുന്നു. ഇല്ല, ഡോക്ടർ അവിടെ വെച്ച് തന്നെ നിർബന്ധിക്കുമായിരുന്നു ഈ മരുന്ന് കഴിക്കണമെന്ന്. പക്ഷെ ഞാൻ എക്സർസൈസ് അതൊക്കെ കൊണ്ട് അങ്ങനെ മാനേജ് ചെയ്യുകയായിരുന്നു. ചെറുപ്പത്തിൽ പാരൻസിന് കുടുംബപരമായിട്ട് കുറച്ച് കൊളസ്ട്രോളിന്റെ ഇതുള്ള എൻ്റെ ഫാദറും കൊളസ്ട്രോൾ മൂലം ഹാർട്ട് അറ്റാക്ക് ഒന്നും മരിക്കുകയും ചെയ്യും. പക്ഷെ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ അക്യുപങ്ചർ കഴിഞ്ഞിട്ട് എനിക്ക് വളരെ റിലീഫ് കിട്ടി. അക്യുപങ്ചറും ഫിസിയോതെറാപ്പിയും കഴിഞ്ഞപ്പോൾ വളരെ ആശ്വാസം കിട്ടിയിട്ടുണ്ട്. അതിൽ വളരെ ഹാപ്പിയാണ്, സന്തോഷമാണ്. നടക്കുന്നതിന് കാലിനൊരു ചെറിയ മുട്ടിന് ഒരു ചെറിയ ചെറിയ വലിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്തെങ്കിലും കൈ കൊണ്ട് എടുക്കണേന് ഫലം കിട്ടിയോ? കൈക്ക് പ്രശ്നമില്ല. കൈക്ക് പ്രശ്നമില്ല. അപ്പൊ ഇനി ഏതായാലും അക്യുപഞ്ചർ നിർത്തിക്കളയണ്ട. 2-3 കോഴ്സ് കൂടെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറും എന്ന് വിശ്വാസമായില്ലേ? ഓൾട്ടർനേറ്റീവ് മെഡിസിൻസിൻ്റെ അതാണ് പറയുന്നത്. നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. ഇതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലല്ലോ. നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു ട്രീറ്റ്മെന്റാണ്. ഉള്ളിലോട്ട് മരുന്ന് അങ്ങനെ കിടക്കണില്ല, വേറെ ഒന്നുമില്ല. അക്യുപഞ്ചറിൽ വെച്ച് നമുക്ക് കൊടുക്കാവുന്നത് എനർജി ഫ്ലോ ആണ്, ചാനലുകൾ. അക്യുപഞ്ചറിനെ കുറിച്ച് ഞാനപ്പോൾ ചേർത്തല എറണാകുളം നെറ്റിൽ നോക്കിയപ്പോൾ എറണാകുളത്ത് ഒരെണ്ണം കണ്ടു. അങ്ങോട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ദൂരമല്ലേ, ഞാൻ അടുത്തുള്ള ഒരെണ്ണം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേർത്തലയിലത്തെ ഒരെണ്ണം കിട്ടി. അത് ഞാനിങ്ങനെ നെറ്റിലൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടുത്തെ ACC കണ്ടത്. അവിടെ
അങ്ങനെ ഞാൻ വിളിച്ച് ചോദിച്ചു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് അഡ്മിറ്റ് ആവുകയും ചെയ്തിരിക്കുന്നു. ഒരുവിധം ആശ്വാസമായി വിശ്വസിക്കാം അല്ലേ, നമ്മുടെ ഈ ട്രീറ്റ്മെന്റിനെ വിശ്വസിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്.